അവരുടെ വലയിന്ന് നീ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചാൽ മതി. ഞാൻ ഒരുപാട് മോഹിച്ചു പോയി ചേച്ചി. തലവേദന എടുക്കുന്നു. സിനിമ കഴിയുമ്പോ പുറത്ത് കാത്തു നിൽക്കാനും പറഞ്ഞു പോയിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഞാൻ സ്വപ്നത്തിൽ പോലെ വിചാരിച്ചില്ല. എടി സീതേ, നീ ഇവിടെ ഇരുന്നോ ഞങ്ങളുടെ കടയിലേക്ക് ചെല്ലടി. അമ്മയ്ക്കൊന്ന് മര്യാദയ്ക്ക് പറഞ്ഞൂടെ? ഇനി എന്നെ മര്യാദ പഠിപ്പിക്കണം. ഇപ്പൊ പഠിച്ചില്ലേ? അമ്മയല്ലേ ഇവിടെ കയറ്റി താമസിപ്പിച്ചത്. ഇപ്പൊ അമ്മയ്ക്കായി സകല കുറ്റം. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. ഇതേതെങ്കിലും ആസ്പത്രിയിൽ കൊണ്ട് തുന്നിരിക്കാൻ 3-4 ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടിയനിപ്പോ. എന്നോട് പറഞ്ഞാൽ മനസ്സിലാവൂല. എടാ, ആശുപത്രി പോയാൽ പോലീസ് കേസാവും. ആവട്ടേന്ന്, അവന് പോലീസിനെ നല്ല 4 ഇടിയിട്ടാണോ. കേസും കൂട്ടമൊന്നും വേണ്ട. മറ്റേ സംഗതി അവൻ പറഞ്ഞാൽ നമ്മളകത്താവില്ലേ? നീ അടക്കം. ഏത് സംഗതി? തേങ്ങാക്കൂല. വണ്ടി ഇടിച്ചത്. ഓ, എന്നാ വേണ്ട. ഓ ഓ ഒന്ന് പതുക്കെ കേട്ട്. ഇത് വണ്ടിയിൽ തടിക്ക് കയറി വരണ പോലാണല്ലോ നീ കേട്ടണേ. ഇത് വേദനിച്ചോ? നിന്നെ കണ്ടിട്ട് നന്ദി പറയാൻ വേണ്ടി ഇതേ ഒരാള് വന്നിട്ടുണ്ട്. ഇയാളോ? വാ, അതേക്ക്. വൈകാതെ അവന്റെ കെണിയിപ്പെടുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചത് സുമതിയായിരിക്കും. ആ, സുമതി അവൻ കല്യാണം കഴിക്കുമെന്ന് അമ്മ എന്നോട് പറഞ്ഞത്. ഒരു വണ്ടി മുതലാളി. ഇനി അവൻ സ്വർണം കൊണ്ട് ലോറി ഉണ്ടാക്കിക്കൊണ്ട് വന്നാലും എന്റെ മോളെ കൊടുക്കത്തില്ല. കൈക്ക് വേദനയുണ്ടോ? ആ, എല്ലാരും ഇത് തന്നെയാ ചോദിക്കണേ. കത്തി കൊണ്ട് മുറിയാ പിന്നെ വേദനിക്കാണ്ടിരിക്കും. കൊറേ മുറിഞ്ഞു? ഏയ്, കുറച്ച്. വലിയ കുഴപ്പമില്ല. ഒരാഴ്ചത്തെ ജോലി പോയി. ആ കാശ് തന്നേക്കണം. എന്റെ കാശുണ്ടായിരുന്നെങ്കിൽ എത്ര ചോദിച്ചാലും തന്നേനെ. എത്ര തന്നാലും തികയില്ല. എന്റെ ജീവിതം തന്നെ രക്ഷിച്ചത് മറക്കില്ല. അവൾക്ക് ഇവിടെ നിൽക്കാൻ ഒട്ടും ഇഷ്ടമല്ല. എനിക്കും ഇഷ്ടണ്ടായിട്ടല്ല. അല്ലാതെ എന്താ ഒരു നിവർത്തി? ഒരുത്തിന്റെ ഒരു പിടിച്ചു കൊടുക്കാനാണെങ്കിൽ ഒരു പണത്തൂക്കം പെണ്ണെങ്കിലും വേണ്ട. എന്റെ കയ്യിൽ അതുമില്ല. നിങ്ങൾക്കൊക്കെ സമ്മതമാണെങ്കിൽ ഞാൻ അവളെ കെട്ടാം. ഒന്നും വേണ്ട, പണവും വേണ്ട. ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. നിങ്ങൾക്കറിയാം, ഞാനും അത്ര നല്ലവനൊന്നുമല്ല. പക്ഷേ കെട്ടിയ പെണ്ണിനെ അന്തസ്സായിട്ട് പോറ്റാനുള്ള ശേഷിയുണ്ട്, മനസ്സുണ്ട്. ആലോചിക്കും. അല്ല, അവളുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നടത്തി കൊടുക്കാൻ ഞാനും സഹായിക്കാം. നിങ്ങളിന്ന് ഞെട്ടിച്ചല്ലോ ശ്രീരേട്ട. പെണ്ണും വേണ്ട, പെരക്കോയും വേണ്ടെന്ന് പറഞ്ഞ ആളിപ്പം. ഞാൻ കുറെ നാളായിട്ട് ആലോചിക്കണതാ. ഇങ്ങനല്ലാതെ നമുക്ക് പറ്റിയ തെറ്റ് എങ്ങനെ തിരുത്തും? ശരിക്കും തിരുത്താൻ പറ്റില്ല. എന്നാൽ കുറച്ച് അത്രയും സമാധാനം. എന്താടാ നെറ്റിയില്? ഒരു കല്ലടിച്ചു കൊണ്ടതാ. പക്ഷെ കണ്ടാത്തോന്നും കുപ്പിയൊന്നുള്ള അടി പറ്റിയതാണ്. അതും പെണ്ണുകളായിരുന്നു. ഞാൻ അറിഞ്ഞ കാര്യങ്ങളല്ല. നാണം ഉണ്ടാടാ നിനക്ക് ആണാണെന്ന് പറഞ്ഞ് നടക്കാൻ? ആണുങ്ങളായതൊക്കെ പതിവാ. ഏതിതോ? എടാ, ഒരു പെണ്ണിന്റെ മേല് കമ്പം തോന്നിയാല് ഞങ്ങളൊക്കെ അവളെ ഒതുക്കാറാ പതിവ്. ഇതെല്ലാരും കൂടെ നിന്നെ ഒതുക്കി ഇങ്ങനെയുള്ള ഏർപ്പാടുകൾ പോകുമ്പോ ഒറ്റയ്ക്ക് തിന്നാമെന്ന് വിചാരിക്കരുത്. ഞങ്ങൾക്കെന്താ കഴിക്കൂ? അല്ല, ആ പന്നി എന്തിനാണ് അതിലിടപെട്ടെ ശ്രീധരൻ? അവനല്ലേ ഇപ്പൊ ഈ നാട്ടുകാർ മുഴുവൻ രക്ഷകർത്താവ്. ഓ, എന്നെ കിട്ടുന്നിടത്തിട്ട് പിടിക്കാതിരിക്കല്ലേ? ആ, ഒരു നായ്ക്ക് മറ്റൊരു നായെ കണ്ടുകൂടെന്ന് പറയുന്നത് ശരിയാ. ഇനി എന്റെ കാര്യത്തിൽ ഇടപെടട്ടെ. രണ്ടിലും തീർച്ചപ്പെടുത്തിയായിരിക്കണേ. നിങ്ങൾ എന്റെ കൂടെ നിൽക്കൂ. വെറും ഒരു പെണ്ണിന് വേണ്ടി ഉള്ള തടി കേടാക്കണോടാ. അവള് വെറും പെണ്ണല്ല പറയുന്നേ. അവളൊരേന. എനിക്കുണ്ടെങ്കിൽ പറയുന്നതിനുണ്ട്. ശരി പാവ. സ്നേഹിച്ചാ കുടല് കൊടുക്കും. കുത്തിയാലുണ്ടല്ലോ. ഞാൻ മാർത്തരണം. ആണുങ്ങളുടെ കടവിൽ കല്ലില്ല. അതാ ഇവിടെ ഇറങ്ങിയത്. ഞാൻ മാർത്തരാം.
4-5 ദിവസം മുമ്പ് ഞാൻ അമ്മാനോടൊരു കാര്യം പറഞ്ഞിരുന്നു. ഗീതയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് തുറന്നു പറയാൻ മടിക്കണ്ട. എനിക്ക് വിഷമം തോന്നില്ല. ഇഷ്ടമല്ലെന്ന് ആരാ പറഞ്ഞേ? തുണിയലക്കി തരാൻ കുഞ്ഞാലിക്കോട് പറഞ്ഞൂടെ? ഒരാഴ്ച പണിയില്ലാത്തതുകൊണ്ട് അവൻ വീട്ടിൽ പോയിരിക്കുക. ആ ഷർട്ടും മുണ്ടൊക്കെ അവിടെ ഇട്ടാരെ. ഇടത്തെ കഴിയുമ്പോ സോപ്പ് വരുത്തി എടുത്താ വെളുക്കില്ല. പക്ഷെ അത് എന്നും വേണ്ടി വരും. പറ്റുമോ? പെണ്ണുങ്ങളുടെ കടവിൽ നോക്കി നിൽക്കാതെ വേഗം കുളിച്ചിട്ട് പോവാൻ നോക്ക്. എന്താ ചെയ്തു അവിടെ? അവിടുന്ന് രവി വണ്ടിയായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ? ഇല്ല. എന്നാ വന്നിട്ടുണ്ട്. കൂടെ ആ കുഞ്ഞുവറിയതുണ്ട്. ഓ, അവക്കൊരു മുതലാളിനെ കുത്തിക്കൊന്നിട്ട് ജയിലിൽ പോയാൽ കേടി കുഞ്ഞുവറിയത് നിങ്ങൾക്ക് അറിയില്ല. നിന്റെ അമ്മനെ കൊണ്ട് വിളിക്കണി. സഹായ കമ്മിറ്റികളെ കാവൽപ്പെട്ടികളൊക്കെ അവിടെ വിളിച്ചോ? എന്താ നിങ്ങൾക്ക് വേണ്ടത്? തന്റെ പെണ്ണുമ്പിള്ള വിളിക്ക് പറയാം. എന്താ? എന്താണോ? ഈ മുറിയിൽ എന്റെ കൂടെ സാധനങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു. എനിക്കത് വേണം. ഉണ്ടായിരുന്നതൊക്കെ നിന്റെ ആ ചെക്കൻ കൊണ്ടുപോയിട്ടുണ്ട്. അത് മാത്രമല്ല വിലപിടിപ്പുള്ള പലതും ഉണ്ടായിരുന്നു. ദേ നുണ പറയരുത്. ഒരു കട്ടിലും കസേരയും അല്ലാതെ എന്തോന്നാ ഉണ്ടായിരുന്നത്? പലതും ഉണ്ടായിരുന്നു. നിങ്ങളോടാരാ അത് എന്റെ മുറി എടുത്ത് പുറത്തിടാൻ എടാ, പറഞ്ഞു? നിന്റെ മുറിയോ? അതും നിന്റെ വീട്ടില്? നിന്റെ മുറി ഞാൻ വാടക പറഞ്ഞുറപ്പിച്ച് 1000 രൂപ അഡ്വാൻസ് വന്ന മുറി എന്റെ മുറിയാ. ഞാൻ ഇല്ലാത്തപ്പോ തുറക്കാൻ നിങ്ങൾക്ക് എന്താ അവകാശം? ഞങ്ങളുടെ മുറി തുറക്കാൻ ഞങ്ങൾക്ക് എന്താ അവകാശം എന്നോ? അതെന്ത് ഉറപ്പാനാ? താൻ മിണ്ടരുത്. ഇവളാ എന്റെ കാശ് മേടിച്ചത്. നിന്റെ അമ്മയെ പോയി വിളിയടാ ഇവളൊന്ന്. എന്റെ കാശ് വെച്ചിട്ട് ന്യായം പറയും. ഇയാളെ ഭരിക്കുന്നത് എന്നെ ഭരിക്കാൻ വന്നാണല്ലോ. അടിച്ചാൽ പല്ല് കറപ്പിക്കും. എല്ലാം ഒന്ന് അറിയടാ, ഒന്ന് കാണട്ടെ. നീ പോയി അവിടുത്തെ. എന്റെ അമ്മണി നീ നടക്കുന്നുണ്ടോ? ഞാൻ പോണം അവിടെ കാണും. അറിയടാ, ഒന്ന് കാണട്ടെ. അല്ലേ നിലക്കേക്ക് അവന്റെ കാശ് മേടിച്ച് നിന്നെ ചേർന്ന് പടയ്ക്കുന്നു. ദേ നിങ്ങൾ ഇതിൽ ഇടപെടരുത്. എവനോട് ഞാൻ കാശ് വാങ്ങിച്ചിട്ടുണ്ടോ അത് ഞാൻ കൊടുക്കുകയും ചെയ്യാം. അല്ലാതെ വിലപിടിപ്പുള്ള ഒരു സാധനവും ഇവിടെ ഉണ്ടായിരുന്നില്ല. കാശ് മേടിച്ചിട്ടുണ്ടല്ലോ. അതെനിക്കിപ്പോ കിട്ടണം. കാശ് ഇപ്പൊ എന്റെ കയ്യിലില്ല. ഉണ്ടാകുമ്പോ അങ്ങ് തന്നേക്കാം. പോയി പള്ളി പറഞ്ഞാൽ മതി. ഉണ്ടാകുമ്പോ ഒലത്താന്ന്. ഒരാഴ്ചക്കുള്ളിൽ എന്റെ കാശ് കിട്ടിയില്ലെന്നുണ്ടല്ലോ. രവി അത് മുതലാക്കും. അത് ഓർത്തോ. സഹായ കമ്മിറ്റിക്കാരും രക്ഷകർത്താക്കന്മാരും ഒക്കെ കേൾക്കാനാ പറയണത്. അവളാണല്ലേ? അവള് രംഭ, മറ്റുള്ള മേനക. ഇവിടെ കണ്ട കണ്ണും മൂക്കും ചെത്തോന്ന് പറഞ്ഞതൊക്കെ എവിടെ പോയി? വരുമ്പോ പറഞ്ഞേക്കടി രവി വന്നു. ഇനിയും വരുമെന്ന് പറഞ്ഞേക്ക്. വാ. ഇപ്പൊ കിട്ടിയില്ലേ? ഞാൻ അന്നേ പറഞ്ഞതാണ് അന്ത് ചക്രവർത്തിമാനം ചെലവ് ചെയ്ത് നമുക്ക് അപകടമാണ്. ദേ, എനിക്ക് കളികൊണ്ടിരിക്കുന്ന നേരാ. ഇപ്പൊ എനിക്ക് മാത്രമായി കുറ്റം. നിങ്ങൾ നക്കി കുടിച്ചതല്ലേ? ആരെ കാണിക്കാനാണ് ഇറങ്ങി വന്നിരിക്കുന്നേ? കേറി പോടിയാകത്തോ? ഒറ്റ എണ്ണത്തിന് ഇനി വഴി കണ്ടുപോകരുത്. ഈ ബുദ്ധി നേരത്തെ തോന്നിയെങ്കിൽ കൊള്ളായിരുന്നു. കണ്ട ലോറിക്കാരുടെ മുമ്പിൽ പെൺകുട്ടികളെ മേശ തുറക്കാനും വിളമ്പാനും വിട്ടിട്ട് ഇപ്പോ ശ്രീധരേട്ടനോടുള്ള ഹോള ഇവിടെ ഒന്ന് കാണിച്ചിട്ട് പോയത്. അവന് ഉണ്ടാവാതിരുന്നത് ഭാഗ്യം. ഉണ്ടായിരുന്നെങ്കിൽ കത്തിക്കുത്തിലേ അവസാനിക്കുള്ളൂ. അവൻ നാട്ടിൽ പോയിരിക്കുക. കല്യാണത്തിന്റെ വല്ലതും? നാട്ടിൽ അവനൊരു ആശാനും മോളുണ്ട്. സ്വന്തം അച്ഛനും പെങ്ങളും. അവര് വന്നിട്ട് വേണം ദിവസം നിശ്ചയിക്കാൻ. ഉടനെ ഉണ്ടാവുമോ? എന്തിനാ നീട്ടുന്നേ? കല്യാണം കഴിഞ്ഞ് ആശാനും മോൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം അവന്റെ പ്ലാൻ.